മീശയും എലുമ്പനും പുതിയ ഓട്ടോ വാങ്ങി. ഷടാ, കുറേ നേരമായിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. ഇപ്പോൾ ആരും പുറത്തിറങ്ങുന്നില്ലേ? എല്ലാവർക്കും സ്വന്തമായ വണ്ടി ഉണ്ടാവും. ഇങ്ങനെ ഒരിടത്ത് കിടന്നിട്ട് കാര്യമില്ല. ചുമ്മാ റോഡിലൂടെ ഒന്ന് ഓടിക്കാം. അത് ശരിയാ, ഓട്ടോ കാത്ത് ആരേലും വഴിയിൽ നിൽപ്പുണ്ടാവും. അവർ ഓട്ടോ ഓടിച്ചു പോകുമ്പോൾ ഹഹഹഹ പറഞ്ഞ പോലെ ഒരാൾ നിൽപ്പുണ്ട്. അയാളുടെ അടുത്തൊരു ചാക്കുമുണ്ട്. വമ്പൻ ചാക്കുകെട്ടാണല്ലോ. അപ്പോൾ ലഗേജിൻ്റെ ചാർജും വാങ്ങാം. ഹാവൂ, ആശ്വാസമായി. ഹഹഹഹ അയാൾ ദേ കൈ കാണിക്കുന്നു. നീ ഇറങ്ങി ചാക്കുകെട്ട് എടുത്ത് ഓട്ടോയിൽ വയ്ക്കാൻ സഹായിക്ക്. ഓട്ടോ നിർത്തി എലുമ്പൻ ചാടിയിറങ്ങി. ചേട്ടാ, ചാക്ക് പിടി, ഓട്ടോയിലേക്ക് കയറ്റാം. ഹഹഹഹ എലുമ്പൻ ചാക്ക് പൊക്കിയതും അയാളത് തലയിലേക്ക് വെച്ചു. ഹിഹിഹിഹി. ചേട്ടാ, ഓട്ടോയിൽ കയറുന്നില്ലേ? ഒന്ന് പോടേ, ഈ ചാക്കൊന്ന് പിടിച്ച് തലയിൽ വെച്ചു തരാൻ ഒരാളെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. മീശയും എലുമ്പനും ടൗണിലേക്ക് പോകുമ്പോൾ, ചേട്ടാ, എന്നെ മനസ്സിലായോ? ഇല്ല, ആരാ? ചേട്ടൻ്റെ അമ്മാവൻ്റെ വീടിൻ്റെ അയലത്തുള്ളതാ. ഹഹഹഹ മനസ്സിലായി, ബുൾജറ്റ്. എന്താടേ, പണി വല്ലതുമായോ? ഒന്നുമായില്ല, ഒരു പണി വാങ്ങിത്തന്ന് സഹായിക്കണം. അത്രേ ഉള്ളോ? അതേറ്റു. നീ എന്തുവരെ പഠിച്ചു? പഠിച്ചതൊക്കെ കണക്കാ. പക്ഷേ ഞാനുള്ളത് കൊണ്ടാ സർക്കാരിലെ ചിലർ പണിയെടുക്കുന്നത് പോലും. ഹമ്പടാ, എന്നിട്ടും നിനക്ക് പണിയായില്ലേ? നമുക്ക് മാത്തപ്പൻ മുതലാളിയോട് ചോദിക്കാം. അങ്ങനെ ദേ ഈ ഗോഡൗണിൻ്റെ സൂക്ഷിപ്പുകാരനായിട്ടാ. പണി കൃത്യമായി ചെയ്യണം. എല്ലാം പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കും. അല്ലേലും ഇവൻ മിടുക്കനാ. 2 ദിവസം കഴിഞ്ഞ്. എന്താ മുതലാളി പോലീസും ബഹളവും? നിങ്ങൾ കൊണ്ടുവന്ന പണിക്കാരൻ ഭയങ്കര കള്ളനാണല്ലോടേ. എന്തു പറ്റി? ഇവൻ എൻ്റെ ഗോഡൗണിലെ മുഴുവൻ സാധനവും കടത്തി. ഡേയ്, നീയല്ലേ പറഞ്ഞത് സർക്കാരിലുള്ളവർക്ക് പോലും നീ മൂലം പണി കിട്ടുന്നെന്ന്? എന്നിട്ടിപ്പോ? ഹിഹിഹിഹിഹി പറഞ്ഞത് നേരാ. ഞങ്ങളെപ്പോലുള്ള കള്ളന്മാരില്ലേൽ പോലീസിനും സർക്കാർ വക്കീലിനും ജഡ്ജിക്കുമൊക്കെ പണി ഉണ്ടാവില്ല. ഹുഷ്, ഇനി മേലിൽ ഇമ്മാതിരി ഐറ്റവുമായി വന്നേക്കരുത്.